നമസ്കാരം. വേദാന്ത വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരുപാട് നാളായി വീഡിയോസ് ഇട്ടിട്ട് കുറച്ച് തിരക്കുകളൊക്കെ ആയതിനാലാണ് വീഡിയോസ് ഒന്നും ഇടാതിരുന്നത്. അപ്പോൾ വീണ്ടും നമുക്ക് നമ്മളുടെ വീഡിയോസിലേക്ക് പോകാം. എപ്പോഴും രോഗങ്ങളും ദുരിതങ്ങളും മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത്, അല്ലെങ്കിൽ ഒരു ശപിക്കപ്പെട്ട ജന്മമാണ് എൻ്റെത്, അല്ലെങ്കിൽ ഞാനൊരു ഭാഗ്യമില്ലാത്തവനാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദുരിതങ്ങളും ദുഃഖങ്ങളും അത് പല രീതിയിലായിരിക്കാം. കുടുംബത്തിലാരെങ്കിലും മരിക്കുന്നതാവാം, നല്ല ജോലി നഷ്ടപ്പെടുന്നതാവാം, കടങ്ങളാകാം, അതല്ലെങ്കിൽ മക്കൾ പറഞ്ഞാൽ കേൾക്കാതെ അല്ലെങ്കിൽ വഴിതെറ്റിപ്പോകുന്നതായിരിക്കാം. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന് പല പല കാരണങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളുടെ ഗ്രഹങ്ങളുടെ സാന്നിധ്യങ്ങൾക്കനുസരിച്ചായിരിക്കും. നിങ്ങളുടെ ജനിച്ച സമയം, ജനിച്ച തീയതി ആ ഒരു സമയത്തിൻ്റെ അനുസരിച്ച് വരും. ഇതൊന്നുമല്ലെങ്കിലും കണ്ണുദോഷം കൊണ്ടോ മറ്റുള്ളവരുടെ പ്രാക്ക് ദോഷം കൊണ്ടോ ഒക്കെ നിങ്ങൾക്ക് വരും. ഇതിനേക്കാളുമൊക്കെ ഉപരി നമ്മൾ വിട്ടുപോകുന്ന ഒന്നുണ്ട്. പ്രേതഭൂതാത്മാക്കളുടെ ഒരു ഒരു ബാധ. അത് ബാധ എന്ന് പറയുന്നത് പല രീതിയിലുണ്ട്. അത് ഏത് രീതിയിലുള്ളതായാലും അതിൻ്റെ ഒരു ആക്രമണം കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാന്നിധ്യം നിങ്ങളിൽ വരുന്നത് കൊണ്ടോ ഒക്കെ തന്നെയും നിങ്ങൾക്കിങ്ങനെ വിട്ടുമാറാത്ത അസുഖങ്ങൾ ചിലരെ കണ്ടിട്ടില്ലേ. ആശുപത്രിയിൽ പോയി പല ടെസ്റ്റുകളും നടത്തും, പല പല ഡോക്ടർമാരെ കാണും. തിരുവനന്തപുരത്തുള്ളവൻ കാസർഗോഡ് ആശുപത്രി വരെ പോകും. പക്ഷേ എല്ലാം നോക്കിയാൽ എല്ലാം നോർമലാണ്, അസുഖങ്ങളൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് അസുഖമുണ്ട് താനും. അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് വൈകിട്ടാവുന്നത് വരെയും ക്ഷീണം, എത്ര ഉറങ്ങിയാലും തീരാത്ത ക്ഷീണം, മടി പിടിച്ചിരിക്കുക. ഇതെല്ലാം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മളിലോ നമ്മളുടെ കൂടെ താമസിക്കുന്നവരിലോ ഒക്കെ ഒരു ബാധ, ഒരു ഉപദ്രവം ഉള്ളതാണ് എന്നതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ നിങ്ങൾക്ക് മറികടക്കാം, അല്ലെങ്കിൽ ഇതിന് ഒരു പരിഹാരം നിങ്ങൾക്ക് എങ്ങനെ കണ്ടെത്താമെന്ന് നമുക്ക് നോക്കാം. ഒരുപാട് വഴികളുണ്ട്. അതിനകത്ത് ഉഗ്രരൂപത്തിലുള്ള ബാധയൊക്കെ കേൾക്കുന്നവരാണെങ്കിൽ അത് നമ്മൾ തനിയെ ചെയ്യുന്നത് കൊണ്ടൊന്നും മാറില്ല. ഇതൊക്കെ എന്ന് പറയുന്നത് ചെറിയ രീതിയിൽ എന്തെങ്കിലും ആണെങ്കിൽ അത് ചിലപ്പോൾ ഒഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് ചില്ലിൻ്റെ ഗ്ലാസിൻ്റെ അകത്ത്, നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന ചില്ല് ഗ്ലാസ്സിനകത്ത് വെള്ളം നിറച്ച് അതിനെ കയ്യിൽ വെക്കുക. അതായത് വലത്തെ കയ്യിൽ ആ ഗ്ലാസ് വെച്ചിട്ട് ഇടത്തെ കൈ കൊണ്ട് അതിനെ കവർ ചെയ്ത് പിടിച്ച് ഇടത്തെ കയ്യിൽ മോതിരവിരൽ ആ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെച്ചുകൊണ്ട് ആ ഗ്ലാസ്സിനെ കവർ ചെയ്ത് പിടിക്കുക. എന്നിട്ട് 108 തവണ ഓം നമഃശിവായ മന്ത്രം ചൊല്ലുക. മന്ത്രം ചൊല്ലിയതിന് ശേഷം ഇതെല്ലാ ദിവസവും ചെയ്യാം. നിങ്ങൾക്ക് പീരീഡ്സ് ആണെങ്കിലും ഒക്കെ ചെയ്യാവുന്നതാണ്. ആർക്ക് വേണമെങ്കിലും ചെയ്യാം, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആർക്ക് വേണമെങ്കിലും ചെയ്യാം. പൂജാമുറിയിൽ ഇരുന്ന് ചെയ്യണം എന്നില്ല. ബെഡ്റൂമിൽ തന്നെ കിടക്കുന്നിടത്ത് തന്നെ മന്ത്രം ചൊല്ലിയിട്ട് ആ ഒരു ഗ്ലാസ് വെള്ളത്തിന് നിങ്ങൾ കിടന്നുറങ്ങുന്ന ആ ഒരു ടേബിളിലോ അല്ലെങ്കിൽ ആ ഒരു മുറിയിൽ വെക്കുക, അടച്ചു വെക്കുക. രാവിലെ എഴുന്നേറ്റ് ഇതേ ഗ്ലാസ്സിനെ ഇതുപോലെ തന്നെ പിടിക്കുക. വലത്തെ കയ്യിൽ വെച്ചിട്ട് ഇടത്തെ കൈ വെച്ച് കവർ ചെയ്തിട്ട് 108 തവണ ഓം നമഃശിവായ മന്ത്രം ചൊല്ലിയതിന് ശേഷം അതിനെ കയ്യിൽ വെച്ച് സങ്കല്പിക്കുക. ഭഗവാൻ ആ ഒരു വെള്ളത്തിന്, ആ ഒരു ജലത്തിനെ അനുഗ്രഹിച്ചതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഈ വെള്ളം കുടിക്കുന്നതോടുകൂടി നിങ്ങളിലോ നിങ്ങളുടെ വീട്ടിലോ അടങ്ങിയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള എനർജികളെ മാറ്റണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പകുതി കുടിക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കി വെള്ളം എടുത്തിട്ട് നിങ്ങളുടെ വീടിന് മൊത്തം നമ്മൾ ഈ പുണ്യാഹം തെളിക്കുന്നത് പോലെ തന്നെ ഒന്ന് തളിച്ചു വിടാവുന്നതാണ്. രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത്, നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പിട്ട്, നമ്മൾ ഈ രാത്രി സമയം എന്ന് പറയുന്നത് മനുഷ്യരും ബാക്കിയുള്ള ജീവജാലങ്ങളെല്ലാം ഉറങ്ങുമ്പോഴാണ്. നമ്മൾ ഈ ജീവനില്ല എന്ന് പറയുന്ന രീതിയിലുള്ള ആത്മാക്കൾ, പ്രേതങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങളുടെ എല്ലാം ഒരു രാവിലെ എന്ന് പറയുന്നത് രാത്രിയാണ്. അവർ ആക്റ്റീവ് ആവുന്നത് ആ ഒരു സമയത്താണ്. കാരണം മനുഷ്യൻ്റെ മനസ്സുകളൊക്കെ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ മനസ്സ് നമ്മുടെ കൺട്രോളിലല്ലാതെ ആയിരിക്കും പോകുന്നത്. ആ ഒരു സമയത്ത് പെട്ടെന്ന് ശാരീരിക അസ്വസ്ഥമുള്ളവരും മനസ്സിന് ബലമില്ലാത്തവരെയൊക്കെയാണ് ഈ ബാധകൾക്ക് കയറാൻ പറ്റുന്നത്. അപ്പം അവർക്ക് ശക്തിയുള്ള സമയം രാത്രിയും നമ്മൾക്ക് ശക്തി കുറയുന്ന സമയം രാത്രിയുമാണ്. അപ്പോൾ ഈ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ കട്ടിലിൻ്റെ 4 സൈഡിലും ഓം എന്ന് വരയ്ക്കുക. ഓമിൻ്റെ സിമ്പൽ അറിയാമല്ലോ. ഓം എന്ന സിമ്പൽ വരച്ചിട്ട് കിടന്നുറങ്ങുക. അതാണ് രണ്ടാമത്തെ വഴി. മൂന്നാമത്തെ വഴി എന്ന് പറയുന്നത്, ഇത് നമ്മളുടെ ഉറക്ക സമയങ്ങളിൽ നമ്മളെ കാക്കാനായിട്ടുള്ളതാണ് ഈ പറയുന്നത്. അതല്ലാതെ നമ്മളുടെ വീടിന് അല്ലെങ്കിൽ
നമ്മളുടെ ആ ഒരു വീടിന് എന്ത് രക്ഷ കൊടുക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, സന്ധ്യാസമയത്ത് ഒരു നാരങ്ങ എടുത്ത് ഇടത്തെ കയ്യിൽ പിടിച്ചിട്ട് നിങ്ങൾ വീടിനെ നോക്കി നിന്നിട്ട് നിങ്ങളുടെ വലത് വശം വഴി വീടിന് വലം വെക്കുക. അങ്ങനെ ഒരു 3 വട്ടം വലം വെച്ചതിന് ശേഷം ഈ നാരങ്ങ പിന്നെ മിണ്ടരുത്. ഈ വലം വെക്കുന്ന സമയത്ത് മിണ്ടാണ്ട് വലം വെച്ചതിന് ശേഷം നിങ്ങൾ പുറത്തേക്ക് പോയി റോഡിൽ എവിടെയെങ്കിലും 3 കൂടുന്ന സ്ഥലത്ത് കൊണ്ടുപോയി അതിനെ ഇട്ട് ഒന്ന് ചവിട്ടിക്കളഞ്ഞിട്ട് വരിക. നമ്മൾ ചവിട്ടിക്കളയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാൾ ചവിട്ടിയാൽ അവർക്ക് അതിൻ്റെ ആ ഒരു ബാധ അല്ലെങ്കിൽ ആ ഒരു വീട്ടിലെ ദോഷങ്ങളൊന്നും അവർക്ക് ചെല്ലാതിരിക്കാനാണ്. അതല്ലെങ്കിൽ ഏതെങ്കിലും ചെടിയുടെയോ ഏതെങ്കിലും കീഴിലേക്ക് ഇടുക. കാരണം നാരങ്ങ നല്ല രീതിയിൽ ഇരിക്കുന്നത് കാണുമ്പം ചിലപ്പോൾ ആൾക്കാർ എടുത്തിട്ടൊക്കെ പോകും. നമ്മൾ വേറൊരാളെ ദ്രോഹിക്കാതിരിക്കുക, അങ്ങനെ കൊണ്ട് കളയുക. ചവിട്ടി കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു നോക്കരുത്, പിന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വരിക. അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇതൊക്കെ നിങ്ങൾ സ്ഥിരമായി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ദിവസം ചെയ്യുന്നത് കൊണ്ട് ഇതൊരു മാജിക്കൊന്നുമല്ല, ഒരു ദിവസം കൊണ്ട് മാറുന്ന കാര്യങ്ങളൊന്നുമല്ല. വർഷങ്ങളായിട്ട് പഴകിക്കിടക്കുന്ന കൈവിഷമോ വർഷങ്ങളായിട്ട് പഴകിക്കിടക്കുന്ന ബാധകളൊക്കെ ആണെങ്കിൽ ഇതിനൊന്നും മാറില്ല. പക്ഷെ പുതുതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കണ്ടുവരുന്നെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾ കുറച്ച് ഡേയ്സ് സ്ഥിരമായി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റം അനുഭവപ്പെടാവുന്നതാണ്. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വീടിൻ്റെ മുൻവശത്തെ വാതിലിൻ്റെയും പിൻവശത്ത്, നമ്മൾക്ക് 2 വാതിലുകളാണല്ലോ നോർമലായിട്ട് വരുന്നത്, മുൻവശത്തെ വാതിലും പിൻവശത്തെ വാതിലും. ഇനി അതല്ല ഇതിലും കൂടുതൽ വാതിലുണ്ടെങ്കിൽ എത്രയൊക്കെ വാതിൽ പുറത്തേക്ക് തുറക്കുന്നുണ്ടോ, പുറത്തേക്ക് പോകുവാൻ ആക്സസ് ഉണ്ടോ, ആ വാതിലിൻ്റെ പടിയുടെ ചുറ്റും കുറച്ച് കല്ലുപ്പ് വിതറുന്നത് വളരെ നല്ലതാണ്. അതേപോലെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സ്ഥിരമായിട്ടൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ അല്ലെങ്കിൽ നിങ്ങളിൽ തന്നെ നല്ലൊരു മാറ്റം കാണുന്നതായിരിക്കും. വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാനും ശ്രമിക്കുക. താങ്ക്